ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് റാങ്ക് ഫണ്ടിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതോടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളെ ചെറുക്കാനും നമ്മുടെ ശരീരത്തിന് വിറ്റാമിനുകളും ധാതുക്കളും ആവശ്യമാണ്. ഇവയുടെ ലഭ്യത കുറയുമ്പോൾ ശരീരത്തിൽ പല രോഗങ്ങളും ലക്ഷണങ്ങളും കാണാം. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യവും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുമൊക്കെ നൽകുന്നതാണ് വിറ്റാമിനും ധാതുക്കളും. അവയുടെ ലഭ്യത കുറയുമ്പോൾ നമുക്ക് എന്താണ് പല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, ഇരുമ്പ്, കാർബോഹൈഡ്രേറ്റ് എന്നീ ആവശ്യ പോഷകങ്ങൾക്കൊപ്പം വിറ്റാമിനുകളും ധാതുക്കളും മനുഷ്യ ശരീരത്തിൻ്റെ സുപ്രധാന ഘടകങ്ങളാണ്. നമുക്കറിയാം, പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്, കൊഴുപ്പ് ആവശ്യമാണ്, ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ നമുക്ക് ആവശ്യമായ പോഷകങ്ങളാണ്. അതോടൊപ്പം തന്നെ വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് വളരെ സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ്. നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ജീവകങ്ങളെക്കുറിച്ചാണ്, അതായത് വൈറ്റമിൻസ്. ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങളാണ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകങ്ങൾ. അപ്പം ജീവകങ്ങളുടെ മറ്റൊരു പേരാണ് വൈറ്റമിൻ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവകോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള രാസഘടകങ്ങളടങ്ങിയ ഇത് നാച്ചുറലി ഉള്ളതാണ്, അതായത് പ്രകൃതിദത്തമായിട്ട് ഉള്ളതാണ് നമ്മുടെ ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കാർബണിക് പദാർത്ഥങ്ങളാണ് വൈറ്റമിനുകൾ. വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് പോളിഷ് ശാസ്ത്രജ്ഞനായ കാസിമർ ഫങ്കാണ്. അപ്പം വൈറ്റമിൻ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് പോളിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാസിമർ ഫങ്കാണ്. പല PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കാസിമർ ഫങ്കാണ്. അദ്ദേഹം പോളിഷ് സയൻറ്റിസ്റ്റാണ്. മനുഷ്യ കോശങ്ങൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. ജീവകങ്ങൾ നമുക്ക് മനുഷ്യ ശരീരത്തിന് സ്വയമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ജീവകത്തിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു കോ എൻസൈം എന്ന്. കാരണം മനുഷ്യകോശങ്ങൾക്ക് ഇതിനെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ജീവകങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായിട്ടും ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ജീവകങ്ങൾ എന്താണ്? നമുക്ക് ശരീരത്തിന് എനർജി നൽകുന്നില്ല, അതായത് ഊർജം നൽകുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ 13 ജീവകങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 13 വൈറ്റമിൻസ് ആണ് ഉള്ളത്. A, C, D, E, K എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും B കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്നതാണ് ഈ അനിവാര്യ ജീവകങ്ങൾ. അപ്പം A, C, D, E, K എന്നീ പേരുകളിലുള്ള ജീവകങ്ങളുണ്ട്. ഒപ്പം B കോംപ്ലക്സിലെ ജീവകങ്ങളും കൂടെ ചേർന്നതാണ് ജീവകങ്ങളുടെ മൊത്തമായിട്ടുള്ള ഒരു പട്ടിക എന്ന് പറയുന്നത്. ജീവകങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. അപ്പം ജീവകങ്ങളെ നമുക്ക് 2ആയി തരംതിരിക്കാം: ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. അപ്പം ജീവകങ്ങൾ 2ആയി തരംതിരിക്കുന്നു: കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? B കോംപ്ലക്സും Cയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളോ? A, D, E, K. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം. അപ്പം A, C, D, E, K എന്നീ 5 പേരുകളിലുള്ള ജീവകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ A, D, E, K എന്നീ ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുമ്പോൾ B കോംപ്ലക്സ് വൈറ്റമിൻസും അതുപോലെ തന്നെ വൈറ്റമിൻ Cയും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്.
ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്നില്ല. പേശികളിലേക്കും കോശഭാഗങ്ങളിലേക്കും ജീവകങ്ങൾ ആഗീകരണം ചെയ്യപ്പെടുന്നില്ല. അപ്പം ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്താണ്? ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്നില്ല. പേശികളിലേക്കും കോശഭാഗങ്ങളിലേക്കും ജീവകങ്ങൾ എന്ത് ചെയ്യും? ആഗീകരണം ചെയ്യപ്പെടുന്നുമില്ല. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആഡിപ്പോസ് കലകളിലും കരളിലുമായി ശരീരം സംഭരിക്കും. അപ്പം കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൽ സംഭരിക്കാറുണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ആഡിപ്പോസ് കലകളിലും കരളിലുമായിട്ടാണ് ഈ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ ശരീരം സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സംഭരിച്ചു വയ്ക്കുന്നത്. പക്ഷേ ജലത്തിൽ ലയിച്ചു പോകുന്ന ജീവകങ്ങൾ ശരീരത്തിൽ എന്ത് ചെയ്യുന്നില്ല? സംഭരിച്ച് വയ്ക്കുന്നുമില്ല. ശരീരത്തിലെ ആവശ്യത്തിലധികമുള്ള ബി കോംപ്ലക്സ് സി ജീവകങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. ശരീരത്തിന് ആവശ്യത്തിലധികമുള്ള ബി കോംപ്ലക്സ് സി ജീവകങ്ങൾ എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവകങ്ങൾക്ക് പ്രത്യേക രാസനാമങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ്. അപ്പം ഓരോ ജീവകങ്ങൾക്കും പ്രത്യേകം രാസനാമങ്ങളുണ്ട്. അപ്പോൾ ഇത് നൽകിയത് ആരാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ്. ജീവകങ്ങളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അപര്യാപ്തത രോഗങ്ങൾ. അപ്പം ജീവകങ്ങളുടെ അഭാവം മൂലം അല്ലെങ്കിൽ അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ എന്ത് പറയുന്നു? അപര്യാപ്തത രോഗങ്ങൾ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് അതാണ്. വൈറ്റമിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവകങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഒപ്പം അതുവഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത മൂലം അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ജീവകം എ, അതിൻ്റെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. 1913 എൽമർ മക്കൊല്ലം എന്ന ജൈവ രസതന്ത്രജ്ഞനാണ് വെണ്ണയിൽ നിന്ന് ജീവകം എ വേർതിരിച്ചെടുത്തത്. അപ്പം ഏത് വർഷമാണ് ജീവകം എ കണ്ടെത്തിയത്? 1913 ആരാണ് കണ്ടെത്തിയത്? എൽമർ മക്കൊല്ലം എന്ന ഒരു ജൈവ രസതന്ത്രജ്ഞനാണ്. അദ്ദേഹം എന്തിൽ നിന്നാണ് കണ്ടെത്തിയത്? വെണ്ണയിൽ നിന്നാണ് ജീവകം എ അല്ലെങ്കിൽ വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോളിനെ കണ്ടെത്തിയത്. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്ന് ഇത് അറിയപ്പെടുന്നു. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജീവകം എ ആണ്. അതിൻ്റെ രാസനാമം റെറ്റിനോൾ ആണ്. കണ്ണുകൾ, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. അപ്പം നമ്മുടെ കണ്ണ്, അതുപോലെ ത്വക്ക്, അതായത് നമ്മുടെ ശരീരം അല്ലേ, നമ്മുടെ തൊലി, അതുപോലെ തന്നെ കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. കരോട്ടിൻ എന്ന വർണ്ണവസ്തു ശരീരത്തിൽ വച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നത് കൊണ്ട് പ്രോവൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നു. കരോട്ടിൻ എന്ന വർണ്ണവസ്തു നമ്മുടെ ശരീരത്തിൽ വെച്ച് എളുപ്പം ജീവകം എ ആയി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു? പ്രോവൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നതും ഏതാണ്? ജീവകം എ ആണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് 1.5 മുതൽ 2 മില്ലിഗ്രാം ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ജീവകം എയുടെ അളവ് ആണ് 1.5 മുതൽ 2 മില്ലിഗ്രാം. പ്രധാന സ്രോതസ്സുകൾ ഇലക്കറികൾ, കരൾ, മുട്ട, പാൽ, മത്സ്യം, എണ്ണകൾ, ചീര, ക്യാബേജ്, മഞ്ഞയോ ഓറഞ്ചോ നിറമുള്ള ഫലങ്ങൾ, അതായത് പപ്പായ, മാങ്ങ, ക്യാരറ്റ്, തക്കാളി എന്നിവ. ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഇലക്കറികൾ, കരൾ, മുട്ട, പാൽ, മത്സ്യം, അതുപോലെ തന്നെ വിവിധ തരം എണ്ണകൾ, ചീര, ക്യാബേജ്, ഇനി മഞ്ഞയോ ഓറഞ്ച് നിറത്തിലുള്ള ഫലങ്ങൾ, അതായത് പപ്പായ വരും, മാങ്ങ, ക്യാരറ്റ്, തക്കാളി, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ജീവകം എ കുറവാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ അതുവഴി പല രോഗങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിശാന്തത, സിറോഫ്താൽമിയ. അപ്പോൾ ഇങ്ങനെയുള്ള 2 രോഗങ്ങളാണ് വരുന്നത്. ഏതാണ്? ജീവകം എയുടെ കുറവ് മൂലം അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും. ഇനി എന്താണ് നിശാന്തത?
റോഡോപ്സിൻ നിർമ്മാണം തടസ്സപ്പെടുന്നതിനാൽ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. അപ്പം റോഡോപ്സിൻ എന്ന ഒരു ഘടകം നമ്മുടെ കണ്ണിനകത്തുണ്ട്. അപ്പം അതിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുന്നത് കൊണ്ട് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. പ്രായമായവരിലൊക്കെ മിക്കവരിലും ഈ ഒരു അവസ്ഥയുണ്ട് അല്ലേ, നിശാന്തത ഉണ്ട്. ഇനി മറ്റൊരു രോഗമാണ് സിറോഫ്താൽമിയ. അതെന്താണ്? കണ്ണിൽ കണ്ണുനീർ ഉൽപാദനം കുറഞ്ഞ് കണ്ണ് വരണ്ട് വരുന്ന അവസ്ഥ. അപ്പം നമ്മുടെ കണ്ണിൽ എപ്പോഴും നനവുണ്ടായിരിക്കും. അപ്പം ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ സിറോഫ്താൽമിയുള്ള വ്യക്തിക്ക് ആ കണ്ണുനീർ ഉൽപാദനം കുറയും. പകരം കണ്ണ് എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും വരണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഈ 2 രോഗങ്ങളാണ് ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ജീവകം ഡി. ജീവകം ഡി, അതിൻ്റെ രാസനാമം കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. ജീവകം ഡി രാസനാമം കാൽസിഫെറോൾ. സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ജീവകം ഡിയുടെ മറ്റൊരു അപരനാമം എന്ന് പറയാം സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായ ജീവകം. നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? ജീവകം ഡി ആണ്, അല്ലെങ്കിൽ കാൽസിഫെറോൾ ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം ഡി. അപ്പം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. അല്ല നമ്മൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് നമുക്ക് ജീവകം ഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവകം ഡി കിട്ടുന്നത് ഭക്ഷണത്തിലൂടെ അല്ല, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ത്വക്കിൽ അത് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളടുത്ത് വെയിൽ കൊള്ളണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് നട്ടുച്ചയ്ക്കുള്ള വെയിലൊന്നും കൊള്ളാൻ പാടില്ല. പകരം നമ്മൾ രാവിലെ സൂര്യ ഉദിക്കുന്ന ആ സമയത്തും അതുപോലെ തന്നെ സൂര്യാസ്തമിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഇളം വെയിലുകൾ നമ്മൾ കൊള്ളണം. കാരണം വൈറ്റമിൻ ഡി എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമുക്ക് സൂര്യപ്രകാശം വഴി മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇനി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് ജീവകം ഡി. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഏത്? ജീവകം ഡി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുന്നു. ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ ഉയർന്നു പോകാറുണ്ട് കേട്ടോ. അപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ആരാണ്? വൈറ്റമിൻ ഡി ആണ്. ഇനി അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ, ടൈപ്പ് 1 ഡയബറ്റീസ്, ഓസ്റ്റിയോപൊറോസിസ്, പക്ഷാഘാതം എന്നിവ തടയാൻ വേണ്ടി സഹായിക്കുന്നതും ജീവകം ഡി ആണ്. ഹൃദ്രോഗങ്ങൾ, ടൈപ്പ് 1 ഡയബറ്റീസ്, ഓസ്റ്റിയോപൊറോസിസ്, പക്ഷാഘാതം എന്നിവ തടയാൻ വേണ്ടി വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. ജീവകം ഡി 2ൻ്റെ പ്രോവൈറ്റമിൻ എർഗോസ്റ്റിറോൾ ഇവ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. അപ്പം ജീവകം ഡി 2ൻ്റെ പ്രോവൈറ്റമിൻ ഏതാണ്? എർഗോസ്റ്റിറോൾ ആണ്. ഇത് സസ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ജീവകം D3യുടെ പ്രോവൈറ്റമിൻ 7D ഹൈഡ്രോ കൊളസ്ട്രോൾ ആണ്. ഇത് മൃഗങ്ങളിൽ കാണപ്പെടുന്നു. അപ്പം ജീവകം D3യുടെ പ്രോവൈറ്റമിൻ ഏതാണ്? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ ആണ്. ഇത് മൃഗങ്ങളിൽ കാണപ്പെടുന്നു. അപ്പം സസ്യങ്ങളിൽ കാണപ്പെടുന്ന ജീവകം D2ൻ്റെ പ്രോവൈറ്റമിൻ ഏതാണ്? എർഗോസ്റ്റിറോൾ. ഇനി ജീവകം D3യുടെ പ്രോവൈറ്റമിൻ ഏതാണ്? 7D ഹൈഡ്രോ കൊളസ്ട്രോൾ ആണ്. ഇത് മൃഗങ്ങളിൽ കാണപ്പെടുന്നു. ഇനി ജീവകം ഡിയുടെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കരൾ, മത്സ്യ എണ്ണകൾ, ഇലക്കറികൾ, പാൽ, മുട്ട, വെണ്ണ. കരൾ, മത്സ്യ എണ്ണകൾ, ഇലക്കറികൾ, പാൽ, മുട്ട, വെണ്ണ എന്നിവയിലെല്ലാം ജീവകം ഡി അടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞു നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ജീവകം ഡി പ്രധാനമായിട്ട് ലഭിക്കുന്നത്. പക്ഷെ ജീവകം D3യുടെ പ്രോവൈറ്റമിൻ ആയിട്ടുള്ളത് നമുക്ക് മൃഗങ്ങളിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ ജീവകം ഡി
2ൻ്റെ പ്രോവൈറ്റമിൻ നമുക്ക് സസ്യങ്ങളിൽ നിന്നും ലഭിക്കും. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 2 രോഗങ്ങളാണ് വരുന്നത്. റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമാലേസിയ. അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമാലേസിയ. എന്താണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്? കുട്ടികളുടെ എല്ലുകളുടെ മൃദുത്വവും ബലഹീനതയും. കുട്ടികളിൽ അവരുടെ എല്ലിന് മൃദുത്വവും ബലഹീനതയുമായി കാണപ്പെടുന്നതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. ഓസ്റ്റിയോമാലേസിയ എന്ന് പറയുന്നത് എന്താണ്? അസ്ഥിവേദന, പേശികളുടെ ബലഹീനത, ഇതാണ് സൂചിപ്പിക്കുന്നത്. ഓസ്റ്റിയോമാലേസിയ എന്താണ്? അസ്ഥിവേദന, പേശികളുടെ ബലഹീനത. അപ്പം ജീവകം ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? റിക്കറ്റ്സ്, ഓസ്റ്റിയോമാലേസിയ. ഇനി അടുത്ത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഇതിൻ്റെ രാസനാമം ഫിലോക്കിനോൺ. ഫിലോക്കിനോൺ. ജീവകം കെ രാസനാമം ഫിലോക്കിനോൺ. ജീവകം കെ കണ്ടെത്തിയത് ഹെൻറി ഡാം. ജീവകം കെ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ഡാം. രക്തം കട്ടപിടിക്കാൻ ആവശ്യം വേണ്ട വൈറ്റമിനാണ് ജീവകം കെ. അപ്പം രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വൈറ്റമിനാണ് ജീവകം കെ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം കെ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ്. കുടലിലെ ബാക്ടീരിയകളാണ് ഈ ജീവകത്തെ നിർമ്മിക്കുന്നത്. കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകം. കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകം ജീവകം കെ. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, കാബേജ്. ജീവകം കെ നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് കിട്ടുന്നത്? ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര, കാബേജ് തുടങ്ങിയവ നമ്മൾ എന്താണ് കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ശരീരത്തിൽ അത് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് നോക്കാം. രക്തം കട്ട പിടിക്കുന്നതിനുള്ള തടസ്സം. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സമയമെടുക്കുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ്? ജീവകം കെയുടെ കുറവ് മൂലമാണ്. അടുത്ത ജീവകം ഇ ആണ്. രാസനാമം ടോക്കോഫെറോൾ. ജീവകം ഇ രാസനാമം ടോക്കോഫെറോൾ. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്ന് അറിയപ്പെടുന്നു. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ടോക്കോഫെറോൾ. സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി കാണുന്നു. അപ്പം ജീവകം ഇ സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. അപ്പം പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ. ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകം. ഒരു ഹോർമോണായി പ്രവർത്തിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിൽ പങ്കുവഹിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിൽ പങ്കുവഹിക്കുന്ന ജീവകം ഇ ആണ്. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ നോക്കാം. പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പ്. പ്രധാന സ്രോതസ്സുകൾ ഒന്നുകൂടെ നോക്കാം. പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാൽ, മൃഗക്കൊഴുപ്പ്. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? വന്ധ്യത. അപ്പോൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അപ്പോൾ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണെന്ന് നോക്കാം. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ബി കോംപ്ലക്സും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ജീവകം B1. ഇതിൻ്റെ രാസനാമം തയാമിൻ. ജീവകം B1 രാസനാമം തയാമിൻ. സസ്യങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന ജീവകം. സസ്യങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം B1 തയാമിൻ.
ധാന്യങ്ങളുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം B1 അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയാം. പാചകം ചെയ്യുമ്പോൾ തയാമിൻ നഷ്ടപ്പെടുന്നു. പാചകം ചെയ്യുമ്പോൾ തയാമിൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവകം B1 എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അതായത് നമ്മൾ പച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ആഹാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ജീവകം B1 എന്ന് പറയുന്നത്. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകം. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഏറ്റവും ആവശ്യം. കാരണം അവർക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവണം, ഓർമ്മശക്തിയും ഉണ്ടാകണം അല്ലേ. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ആവശ്യമായ ജീവകമാണ് ജീവകം B1 തയാമിൻ. രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്നു. അപ്പോൾ രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിനും രക്തചംക്രമണത്തിനും ജീവകം B1 സഹായിക്കുന്നുണ്ട്. ഇനി പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം. പച്ചക്കറികൾ, പയർ, പരിപ്പ്, മുട്ട, കരൾ, പന്നിമാംസം എന്നിവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ജീവകം B1 ലഭിക്കും. അപര്യാപ്തത രോഗം ബെറിബെറിയാണ്. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. എന്താണ് ബെറിബെറി? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബെറിബെറി. അടുത്ത ജീവകമാണ് ജീവകം B2. രാസനാമം റൈബോഫ്ലേവിൻ. ജീവകം B2 രാസനാമം റൈബോഫ്ലേവിൻ. വൈറ്റമിൻ ജി എന്ന് അറിയപ്പെടുന്നു. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ജീവകം B2 റൈബോഫ്ലേവിൻ. ത്വക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ത്വക്കിൻ്റെയും നമ്മുടെ വായിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം B2. ഈസ്റ്റ്, ഫെർമെൻറ്റേഷൻ നടത്തുന്ന ബാക്ടീരിയ എന്നിവയിൽ ധാരാളമായിട്ടുള്ള ജീവകമാണ് ജീവകം B2. ഈസ്റ്റ്, അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ നടത്തുന്ന ബാക്ടീരിയ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണിത്. ചുവന്ന രക്തകോശങ്ങൾ, ആൻറ്റിബോഡികൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ചുവന്ന രക്തകോശങ്ങളുടെയും ആൻറ്റിബോഡികളുടെയും ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജീവകമാണ് ജീവകം B2 റൈബോഫ്ലേവിൻ. പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ. ധാന്യങ്ങൾ, മുട്ട, പാൽ, മാംസം, ഇലക്കറികൾ എന്നിവ നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് ജീവകം B2 ലഭിക്കും. ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് അരിബോഫ്ലാവിനോസിസ്, ആംഗുലർ സ്റ്റോമാറ്റിസ്. അപര്യാപ്തത രോഗങ്ങൾ അരിബോഫ്ലാവിനോസിസ്, ആംഗുലർ സ്റ്റോമാറ്റിസ്. അടുത്ത ജീവകം B7 ആണ്. അതിൻ്റെ രാസനാമം ബയോട്ടിൻ. ജീവകം B7 ബയോട്ടിൻ. ജീവകം H എന്ന് അറിയപ്പെടുന്നു. അപ്പം ജീവകം B7ൻ്റെ മറ്റൊരു പേരാണ് ജീവകം H. ഇതിൻ്റെ രാസനാമം ബയോട്ടിൻ ആണ്. ഈ ജീവകം ശരീരത്തിലെ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ മെറ്റബോളിസത്തിന് ആവശ്യമാണ്. ജീവകം B7 നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവയുടെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ്. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ മുട്ടയുടെ മഞ്ഞക്കരു, പരിപ്പുകൾ, വിത്തുകൾ അതായത് ബദാം, നിലക്കടല, സൂര്യകാന്തി വിത്തുകൾ, ഇനി ചിലതരം മത്സ്യം സാൽമൺ, പച്ചക്കറികൾ അവകാഡോ, മധുരക്കിഴങ്ങ്, ചീര, പിന്നെ ധാന്യങ്ങൾ, പാൽ, സോയാബീൻസ്, പയറുവർഗ്ഗങ്ങൾ, കൂൺ എന്നിവയെല്ലാം ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ്. ജീവകം B7ൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? മുട്ടയുടെ മഞ്ഞക്കരു, പരിപ്പുകൾ, വിത്തുകൾ, ബദാം, നിലക്കടല, സൂര്യകാന്തി വിത്തുകൾ, ചിലതരം മത്സ്യം അതായത് സാൽമൺ, പച്ചക്കറികൾ അവകാഡോ, മധുരക്കിഴങ്ങ്, ചീര, പിന്നെ ധാന്യങ്ങൾ, പാൽ, സോയാബീൻസ്, പയറുവർഗ്ഗങ്ങൾ, കൂൺ എന്നിവയെല്ലാം ഉൾപ്പെടും. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഡർമറ്റൈറ്റിസ്. എന്താണ് ഡർമറ്റൈറ്റിസ്? അതായത് ചർമ്മവുമായി ബന്ധപ്പെട്ട രോഗത്തെയാണ് ഡർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ജീവകം B7ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നു. അടുത്ത ജീവകമാണ് ജീവകം B3. അതാണ് ജീവകം B3. രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയും. ജീവകം B3 രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണിത്. ഇതാണ് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം B3.
അതുപോലെ തന്നെ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവകവും ജീവകം B3 ആണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യം. അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം B3. പ്രധാന സ്രോതസ്സുകൾ മത്സ്യം, ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ. ഇലക്കറികൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മത്സ്യം എന്നിവയിലൂടെ നമുക്ക് ജീവകം B3 ലഭിക്കും. അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര. എന്താണ് പെല്ലാഗ്ര? ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര. പെല്ലാഗ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ്. എന്താണ്? പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് പെല്ലാഗ്ര. പെല്ലാഗ്ര എന്ന രോഗമാണ് ജീവകം B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്. അടുത്തൊരു ജീവകമാണ് ജീവകം B5. ജീവകം B5 രാസനാമം പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B5 രാസനാമം പാൻറ്റോതെനിക് ആസിഡ്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്. ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്നു. അപ്പോൾ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നത് ജീവകം B5 ആണ്. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകളാണ് മുട്ട, പാൽ, കരൾ, ഈസ്റ്റ്, കൂണുകൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം. മുട്ട, പാൽ, കരൾ, ഈസ്റ്റ്, കൂണുകൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവയിലൂടെ ജീവകം B5 നമുക്ക് ലഭിക്കും. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പാരസ്തീഷ്യ. എന്താണ്? പാരസ്തീഷ്യ, അതായത് പരാത രോഗമാണ് ഇതുവഴി ഉണ്ടാകുന്നത്. അപ്പം പരാത രോഗം അല്ലെങ്കിൽ പാരസ്തീഷ്യയാണ് ജീവകം B5ൻ്റെ അപര്യാപ്തത രോഗം. അടുത്ത ജീവകമാണ് ജീവകം B6. ജീവകം B6 രാസനാമം പിരിഡോക്സിൻ. എന്താണ്? പിരിഡോക്സിൻ. ജീവകം B6 പിരിഡോക്സിൻ. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B6. മാനസികാവസ്ഥ, പെരുമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്നു. നമ്മുടെ മാനസികാവസ്ഥ, പെരുമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്ന ജീവകമാണ് ജീവകം B6. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, വാഴപ്പഴം, ഗോതമ്പ്. പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, വാഴപ്പഴം, ഗോതമ്പ് എന്നിവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ജീവകം B6 ലഭിക്കും. ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. ഏതൊക്കെയാണ്? അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. അപ്പം അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളർച്ചയാണ്. ഇനി പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? തലച്ചോറിനും സുഷ്മ്നാ നാഡിക്കും പുറത്തുള്ള ഞരമ്പുകൾക്ക് സംഭവിക്കുന്ന തകരാറാണ് പെരിഫറൽ ന്യൂറോപ്പതി. അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. അടുത്ത ജീവകം ജീവകം B9 രാസനാമം ഫോളിക് ആസിഡ്. ജീവകം B9 രാസനാമം ഫോളിക് ആസിഡ്. കരളിൽ സംഭരിച്ച് വയ്ക്കപ്പെടുന്നു. അപ്പം കരളിൽ സംഭരിച്ച് വയ്ക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B9 ഫോളിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് അനിവാര്യമാണ് ഫോളിക് ആസിഡ്. ഇതാണ് ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് അനിവാര്യമാണ്. ദഹനത്തെ സഹായിക്കുന്നത് ജീവകം B9 ആണ്. മാനസിക വൈകാരിക ആരോഗ്യം നിലനിർത്തുന്നു. മാനസിക വൈകാരിക ആരോഗ്യത്തെ നിലനിർത്തുന്ന ജീവകം B9. പ്രധാന സ്രോതസ്സുകൾ പച്ചക്കറികൾ, ധാന്യങ്ങൾ, കരൾ. എന്നിവയിലൂടെ നമുക്ക് ജീവകം B9 ലഭിക്കും. അപര്യാപ്തത രോഗമാണ് അനീമിയ. അനീമിയ നമ്മൾ നേരത്തെ പറഞ്ഞു വിളർച്ചയാണ്. അപ്പം അനീമിയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. അടുത്ത ജീവകം B12 രാസനാമം സൈനഗോബലാമിൻ. ജീവകം B12 രാസനാമം സൈനഗോബലാമിൻ. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താണ് എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ജീവകം B12 സൈനഗോബലാമിൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു ജീവകമാണ് ജീവകം B12. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ട ജീവകം. കൊബോൾട്ട് അടങ്ങിയ ജീവകമാണ് ജീവകം B12.
മനുഷ്യൻ്റെ വൻകുടൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. മനുഷ്യൻ്റെ വൻകുടലിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ്. സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ഈ ജീവകം ലഭിക്കുന്നതല്ല. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട്. അപ്പം മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് എന്നിവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ജീവകം B12 ആണ് കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതെല്ലാം നോൺ വെജ് ഫുഡാണ് അല്ലേ? മുട്ട, പാൽ, കരൾ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് എന്നതെല്ലാം നോൺ വെജാണ്. അപ്പം വെജിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ല ഏത്? ജീവകം B12. ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. എന്താണ്? പെർനീഷ്യസ് അനീമിയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. ഈ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം രോഗപ്രതിരോധത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പം നമ്മൾ ബി കോംപ്ലക്സിലെ എല്ലാ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജലത്തിൽ ലയിക്കുന്ന അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ജീവകമാണ് ജീവകം C. അപ്പം ജീവകം സിയുടെ രാസനാമം ആസ്കോർബിക് ആസിഡ്. ആസ്കോർബിക് ആസിഡ്. ഇപ്പം ജീവകം C ആസ്കോർബിക് ആസിഡ്. ഇത് കണ്ടെത്തിയത് CJ കിങ്ങും WA വാങ്ങും കൂടെയാണ്. അപ്പം CJ കിങ്ങും WA വാങ്ങും കൂടെ കണ്ടെത്തിയതാണ് ജീവകം C ആസ്കോർബിക് ആസിഡ്. ആരോഗ്യമുള്ള പല്ലുകൾ, മോണകൾ, എല്ലുകൾ എന്നിവ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം C. അപ്പം ആരോഗ്യമുള്ള പല്ല്, മോണ, എല്ല് എന്നിവ നമുക്ക് ആവശ്യമാണല്ലേ? അപ്പം അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം C. പച്ചക്കറികൾ ചൂടാക്കിയാലും പാകം ചെയ്താലും നഷ്ടമാകുന്ന ജീവകം. അപ്പം നമ്മൾ പച്ചക്കറിയിലൂടെയാണ് നമുക്ക് ഈ ജീവകം C കിട്ടുന്നത്. അപ്പം ഈ പച്ചക്കറികൾ എന്താണ്? നമുക്ക് ചൂടാക്കിയാലും പാചകം ചെയ്താലും അതിലൂടെ എന്ത് ചെയ്യും? ജീവകം C നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ പച്ചയായിട്ട് കഴിക്കുക. മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണിത്. മുറിവ് ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ജീവകമാണ്. ഇതിനെ കൊളാജൻ എന്ന് പറയാറുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം C. രോഗപ്രതിരോധ വൈറ്റമിനാണ് ജീവകം C. അപ്പോൾ രോഗപ്രതിരോധ വൈറ്റമിനാണ് ജീവകം C. ഇരുമ്പിൻ്റെ ആഗീകരണത്തെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം ആവശ്യമാണ് അല്ലേ? അപ്പം അതിൻ്റെ ആഗീകരണത്തെ സഹായിക്കുന്ന വൈറ്റമിനും ജീവകം C ആണ്. ഇതിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ, ബ്രോക്കോളി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ, ബ്രോക്കോളി തുടങ്ങിയവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ജീവകം C കിട്ടും. ഇതെല്ലാം നമ്മൾ പച്ചയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബ്രോക്കോളി ആയാലും തണ്ണിമത്തൻ, തക്കാളി, നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്. ഇതെല്ലാം എന്താണ്? ധാരാളമായിട്ട് കഴിക്കുക. കാരണം നമുക്ക് വേറെ ഒരു രീതിയിലും നമുക്ക് വൈറ്റമിൻ C നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപര്യാപ്തത രോഗമാണെങ്കിലോ സ്കർവിയാണ്. എന്താണ്? സ്കർവിയാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. അതായത് മോണയിൽ നിന്നും രക്തസ്രാവം വരുന്ന ഒരു രീതി. അപ്പം മോണയിൽ നിന്നും രക്തസ്രാവം വരികയാണെങ്കിൽ അത് സ്കർവിയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അപര്യാപ്തത രോഗം. അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ നോട്ട് ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.